വെള്ളവും വളവും ഓരോ ചെടിയും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും എടുക്കുന്നത്. ഇപ്പോൾ അത് ജൈവവളം നമ്മളുടേതല്ല ഉപയോഗിക്കുന്നതെങ്കിൽ അത് തിരഞ്ഞെടുക്കുമ്പോൾ അത് എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന വാഴക്കൃഷി മുതലായ കൃഷികളുണ്ട്. അവർ ആ വാഴയും കൂടി വെട്ടിയരിഞ്ഞിട്ട് ഈ ചാണകത്തിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ടിട്ട് കീടനാശിനികൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് രോഗം അറിഞ്ഞിട്ട് ഏതെല്ലാം സമയത്ത് ഏതെല്ലാം രോഗം. നമസ്കാരം സാർ. നമസ്കാരം. നമ്മുടെ പാനിക്കുളങ്ങര ഏലത്തെ പറ്റിയുള്ള 3ാമത്തെ അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പം നമുക്ക് ഈ പാനിക്കുളങ്ങര ഏലത്തെ പറ്റി അറിയാമല്ലോ. ഈ പാനിക്കുളങ്ങര ഏലം തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? സാർ ഇത് വികസിപ്പിച്ചെടുത്തു. അപ്പോൾ സാറിൻ്റേതായ ഇത് കൃഷി ചെയ്യേണ്ടതായ രീതികൾ അവലംബിക്കുമല്ലോ, അതറിയാനായിരുന്നു ചോദിച്ചത്. ഈ പാനിക്കുളങ്ങര ഏലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു 12-13-14 അടിയോളം ഹൈറ്റ് വയ്ക്കുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു 10 അടിയെങ്കിലും അകലത്തിൽ വേണം ഈ ഏലം വെക്കാൻ തീരുമാനിക്കുമ്പോൾ 10 അടി അകലം ഇട്ടിട്ട് വേണം തൈ വെക്കാനായിട്ട്. 10ക്ക് 10 അതാണ് അതിൻ്റെ അകലം. അതുപോലെ തന്നെ വള്ളിക്കും നല്ല നീളമുണ്ടല്ലോ, അത് കാണിച്ചു തരാമോ ജസ്റ്റ്? വള്ളി ഏതാണ്ട് 7 അടിയിൽ മേൽ നീളം വരുന്ന വള്ളികളാണ്. ഇത് കണ്ടോ, എൻ്റെ ഹൈറ്റൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും 2 അടി 3 അടിയിൽ കൂടുതൽ ഹൈറ്റ് 7 അടി ഉണ്ടാവും. 7 അടി വരെ വരുന്ന. ഇതിപ്പോ ഓരോ കൊത്തിലും 30 കാ വരെ ഉണ്ടാവുന്നല്ലേ പറഞ്ഞത്? ഓരോ കൊത്തിലും 25-30 കാ വരെ ഉണ്ടാവും. ഇത് ഒരു മെയ് മാസം ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ കുറവല്ലേ? ഇതിപ്പോ കായ ഉണ്ടായി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇതിപ്പോ ഇന്ന് മെയ് 23-ാം തീയതി ആയുള്ളൂ. ജൂൺ ജൂലൈ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പം 9 റൗണ്ട് കായ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. 8 റൗണ്ട് കഴിഞ്ഞ് 9ാമത്തെ റൗണ്ടാണ്. പക്ഷേ അടുത്ത റൗണ്ട് വരുമ്പോൾ ജൂലൈ ഒക്കെ വരുമ്പോഴേക്കും ഇത് 1-ാം റൗണ്ട് വീണ്ടും 1-ാം റൗണ്ടിൽ നിന്ന് തുടങ്ങും. സാർ പറഞ്ഞത് ശരിയാണ്. ഞാനിപ്പോൾ അത് പഴയ വള്ളിയുടെ കൊത്ത് എണ്ണി നോക്കി. അപ്പം കായ എടുത്ത് പോയേക്കുന്ന ഞെടുപ്പ് തന്നെ ഉണ്ട്, ഒരു 25 മേളിൽ. അതെ അതെ അതെ, അതാണ്. ഓക്കെ. അപ്പോൾ ഒരു ജൂലൈയിലൊക്കെ വരുവായിരുന്നെങ്കിൽ ഇത് കംപ്ലീറ്റ് ജൂലൈയിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഇത് കാണാൻ പറ്റും. ഓക്കെ, താഴെ വെച്ചു. സാറേ, ഇനി ചോദിക്കാനൊരു കാര്യമുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ചോദിച്ചു. ഇപ്പോൾ ഏത് ഏലത്തെ സംബന്ധിച്ചാണെങ്കിലും അറിഞ്ഞിരിക്കേണ്ട ഒരു കർഷകനാണല്ലോ ഇപ്പോൾ ഏകദേശം ഒരു തീരാറായിരിക്കുന്ന ഒരു അവസ്ഥയിൽ പോയിരിക്കുകയാണ്. അതുപോലെ മാനസിക സമ്മർദ്ദത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ഒരുപാട് ഉപകാരമായിരിക്കും. ഈ വളപ്രയോഗങ്ങളിലും ഈ കീടനാശിനി പ്രയോഗങ്ങളിലുമാണ് നമ്മൾ ഏറ്റവും അടിയെ പോകുന്നത്. അപ്പോൾ വളപ്രയോഗങ്ങൾ കൊടുക്കേണ്ട രീതികളും അതിൻ്റെ പാലിക്കേണ്ട കുറേ ചിട്ടകളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയാണ് നമുക്ക് കുറേ ചിലവ് കുറയ്ക്കാൻ പറ്റും. അതിനെപ്പറ്റി സാറിൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണ്? അതിപ്പോൾ നമ്മളൊരു കൃഷിയെ സംരക്ഷിക്കുമ്പോഴും നമ്മൾ കുട്ടികളെ സംരക്ഷിക്കുന്നത് പോലെ തന്നെയാണ് കൃഷികൾക്കും. ഈ എല്ലാ കുട്ടികളും ഒരുപോലെ ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിലല്ല. എല്ലാ ചെടികളും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ വെള്ളവും വളവും ഓരോ ചെടിയും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും എടുക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം തരുന്ന ഒരു ചെടിയാണെങ്കിൽ അതിന് കുറച്ച് വളപ്രയോഗങ്ങൾ കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇപ്പോൾ നമ്മളൊരു പറമ്പിൽ നിറച്ച് ചെടികളുണ്ടെന്നുണ്ടെങ്കിൽ ആ ചെടികൾക്ക് ഓരോ ചെടിയുടെയും വലിപ്പം അനുസരിച്ചിട്ട് ഉള്ള വളപ്രയോഗം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ചിലവ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 10 ചിമ്പുള്ള ഒരു ചെടി ഉണ്ടെങ്കിൽ അതിനും നമ്മൾ 1 കിലോ വളം ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഓരോ ചെടിക്ക് എത്ര വലിപ്പം ഉണ്ട്, അതിനെന്തോരം വളം ഇടണമെന്നുള്ളത് തീരുമാനിക്കേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ്. നമ്മളത് നിരീക്ഷിച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള വളങ്ങളും വളപ്രയോഗങ്ങളും മാത്രം ചെയ്യുക. കണ്ടമാനം കൂടുതൽ ഇട്ട് കഴിഞ്ഞാലും ഈ ചെടി നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് അതിനാവശ്യമുള്ള രീതിയിലുള്ള വളപ്രയോഗം അത് എത്ര പ്രാവശ്യം നമ്മൾ കൊടുക്കണമെന്ന് ആ ചെടി എത്രത്തോളം എടുക്കുന്നുണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യുന്നത് നമുക്ക് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ ഏതൊരു കർഷകനെ സംബന്ധിച്ചും ഈ ഏലകൃഷി ആയിക്കോട്ടെ എന്ത് കൃഷി ആയിക്കോട്ടെ അവൻ്റെ വീട്ടിലൊരു പശു ഉള്ളത് നല്ലതല്ലേ? തീർച്ചയായിട്ടും നമ്മൾ പശു, ആട് മുതലായ കോഴി മുതലായവയെ ഒരു കൃഷിക്കാരൻ വളർത്തുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ കൃഷിയിടത്തിലേക്ക് ആവശ്യമുള്ള ജൈവവളങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഇത് ഉപകരിക്കുകയും ചെയ്യും. അതിൽ നിന്നൊരു വരുമാനം നമ്മൾക്ക് വേറെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം പരസ്പര പൂരിതമായിട്ട് നിൽക്കുന്നതാണ്. കൃഷി ചെയ്യുമ്പോൾ അതിനോട് അടുത്ത് നിൽക്കുന്ന സംഗതികളാണ് ഈ വക ജീവികളെ വളർത്തുന്നത്. ഇപ്പോൾ ഇത് ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് കാശ് കൊടുത്ത് എവിടുന്നാന്ന് പറയുന്നില്ല, വാങ്ങിച്ച് ചെടിക്കിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് ഫിസേറിയം കയറുന്നു, അഴുകൽ കയറുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു.
അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഞാൻ സാറിനോട് ചോദിക്കാൻ. അത് ജൈവവളം നമ്മളുടേതല്ല ഉപയോഗിക്കുന്നതെങ്കിൽ അത് തിരഞ്ഞെടുക്കുമ്പോൾ അത് എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നു. ഇപ്പോൾ നമ്മൾ പല സ്ഥലത്തു നിന്ന് ഇപ്പോൾ നമ്മൾ എടുത്തു പറയുന്നതല്ലെങ്കിൽ പോലും തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ജൈവവളങ്ങൾ ചാണകവും ആട്ടിൻകാട്ടവും ഒക്കെ നമുക്ക് കേരളത്തിലെത്തുന്നത്. പക്ഷേ അവിടെ ഈ ഫിസേറിയം കൂടുതൽ ആ വളം ഇട്ട് കഴിയുമ്പോൾ വരുന്നതിൻ്റെ ഒരു കാരണം അവിടെ വാഴക്കൃഷി മുതലായ കൃഷികളുണ്ട്. അവർ ആ വാഴയും കൂടി വെട്ടിയരിഞ്ഞിട്ട് ഈ ചാണകത്തിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ടിട്ട് അതും കൂടി ചേർത്താണ് വരുന്നത്. അപ്പോൾ വാഴയ്ക്ക് തീർച്ചയായിട്ടും ഫിസേറിയം കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു കൃഷിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒക്കെയാണ് ഈ നമ്മൾ പുറത്തുനിന്ന് ചാണകവും അല്ലെങ്കിൽ ഇങ്ങനെ ജൈവവളങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ഫിസേറിയം പോലെയുള്ള രോഗങ്ങൾ ധാരാളമായിട്ടും വരുന്നത്. അത് നമ്മൾ സൂക്ഷിച്ച് എടുക്കുന്നത് വില കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അത് നല്ലതാണോ എന്നും അതിൻ്റെ ഗുണമേന്മയെ പറ്റിയൊക്കെ നമ്മൾ പരിശോധിച്ചതിന് ശേഷം നോക്കിയിട്ട് വാങ്ങിക്കുക. അപ്പോൾ നമുക്ക് നഷ്ടം ഒഴിവാക്കാൻ പറ്റും. ഈ കീടനാശിനികൾ നമ്മൾ ഏലത്തോട്ടത്തിൽ പ്രയോഗിക്കുമല്ലോ, അത് എപ്രകാരമായിരിക്കണം അത് ദോഷമില്ലാത്ത രീതിയിൽ ചെയ്യണം? കീടനാശിനികൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് രോഗം അറിഞ്ഞിട്ട് ഏതെല്ലാം സമയത്ത് ഏതെല്ലാം രോഗം വരും. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനൽ കൂടുതൽ മഴ തുടങ്ങിയതിന് ശേഷം 4-5 ദിവസം അടുപ്പിച്ച് വെയിൽ കാണുമ്പോഴാണ് തണ്ടുതുരപ്പൻ്റെയും കാപ്സ്യൂൾ ബോർഡർ അതുപോലെ തന്നെ പാനിക്കൽ ബോർഡർ ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ ശല്യം കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ആ സമയത്ത് തണ്ടുതുരപ്പനുള്ള മരുന്നുകൾ അല്ലെങ്കിൽ കാതുരപ്പനുള്ള മരുന്ന്, ചരന്തുരപ്പനുള്ള മരുന്ന് ഉപയോഗിക്കുക. അല്ലാതെ എല്ലാ സമയത്തും അത് ഉപയോഗിച്ചുകൊണ്ട് പ്രയോജനമില്ല, നമുക്കത്രയും നഷ്ടം വരികയും ചെയ്യും. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടെ, ഈ മഴക്കാലം വരുവാണല്ലോ. ഈ മഴക്കാലത്ത് ഇപ്പം നേരത്തെ പോലെയല്ല, ഇപ്പോൾ തുള്ളിക്കനം കൂടുതലാണ്. ഒരു ശകല നേരം പെയ്താൽ കൂടി പെരുവെള്ളം വരുന്ന പോലെയാണ് വരുന്നത്, മേഘവിസ്ഫോടനം നടക്കുന്നത്. അപ്പോൾ ഈ മഴക്കാലത്ത് ഏലത്തെ എങ്ങനെ സംരക്ഷിച്ച് നിർത്താൻ സാധിക്കും കർഷകന്? പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നമ്മൾ ഏലത്തിൻ്റെ ചോട്ടിലേക്ക് വെള്ളം കെട്ടാത്ത വിധത്തിൽ, അത് നമ്മൾ കുഴി മൂടുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, കുഴി മൂടി തൈ വയ്ക്കുന്നതിന് മുൻപ് തന്നെ അതിന് എത്ര മഴ പെയ്താലും അതിൻ്റെ ചോട്ടിലേക്ക് വെള്ളം കയറി കെട്ടിക്കിടക്കാത്ത വിധത്തിൽ വേണം നമ്മൾ ഇത് തൈ വയ്ക്കാനായിട്ട് സ്ഥലം ഒരുക്കുമ്പോൾ മുതൽ അങ്ങനെ ചെയ്യണം. അത് വീണ്ടും നമ്മൾ വളർച്ച വരുമ്പോൾ മണ്ണിട്ട് കൊടുക്കുകയോ മറ്റുമൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ചോടിൽ കുറേശ്ശെ മണ്ണിട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് കുറച്ച് സ്ലോപ്പായിട്ട്, അപ്പോൾ മഴ പെയ്താലും വെള്ളം പുറത്തുനിന്ന് വന്നാലും അതിൻ്റെ ചോട്ടിലേക്ക് കയറാത്ത വിധത്തിൽ, വെള്ളം കെട്ടി നിൽക്കാത്ത വിധത്തിലും ചെടിയെ പിടിച്ച് നിർത്തുകയാണെങ്കിൽ വർഷത്തിൽ അഴുകൽ മറ്റു കാര്യങ്ങളിൽ കുറവ് ഉണ്ടാകും. ഈ വെള്ളം കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണല്ലേ അഴുകൽ കൂടുതലുണ്ടാകും? വെള്ളം കൂടുതൽ ചെടിക്ക് അകത്ത് നിൽക്കുമ്പോഴാണ് അഴുകൽ കൂടുതലുണ്ടാകുന്നത്. അത് പാനികുളങ്ങര നമ്പർ 1 ആണെന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഞാനിത് പതാൽ പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ ഏലം കൃഷി ചെയ്യാം എന്ന് ധൈര്യമായിട്ടും കൃഷി ചെയ്യാമെന്ന് പറയുന്നതിൻ്റെ കാരണം ഞാനങ്ങനെ ചെയ്ത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനത് പറയുന്നത്. അപ്പോൾ അങ്ങനെ വെള്ളം കെട്ടി കൂടുതൽ ദിവസം നിന്ന് കഴിഞ്ഞാൽ ഏത് ചെടിയും നശിച്ചു പോകും. അതേസമയത്ത് വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് വെള്ളം കയറി കെട്ടിക്കിടക്കാത്ത വിധത്തിൽ അല്പം പൊക്കി വീടെടുത്തിട്ട് അവിടെ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പാനികുളങ്ങര നമ്പർ 1 ചെടി അവിടെ ധാരാളം വർഷം നിൽക്കുകയും ചെയ്യും. ഇനി നമ്മൾ മറ്റൊരു ചെടി കൂടെ വികസിപ്പിച്ചിട്ടില്ലേ, മിറാക്കിൾ? മിറാക്കിൾ ഇലാച്ചി എന്ന് പറഞ്ഞിട്ട് 3ാമതൊരു വെറൈറ്റി നമ്മൾ വികസിപ്പിച്ചു. അതിൻ്റെ ഒരു പ്രത്യേകത കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാമോ? അതിൻ്റെ പ്രത്യേകത അത് ഒരു തട്ടയിൽ നിന്നും 4 ചരം വരും. 4 ചരം വരികയും ചെയ്യും. ഓരോ ചരത്തിലും 15 ചരങ്ങൾ വരെ ഉപചരങ്ങൾ അടിച്ച് വന്നിട്ട് അത് നിറച്ച് കൊലകുത്തി എന്ന് പറഞ്ഞതുപോലെ കായ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. പക്ഷേ അതിൻ്റെ ഒരു ചെറിയ പോരായ്മയായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ കായയുടെ വലിപ്പം അതിനില്ല. കായ്ക്ക് വലിപ്പം കുറച്ച് കുറവാണ്. എണ്ണത്തിൽ ഒത്തിരി കൂടുതലുണ്ട്, പക്ഷേ വലിപ്പത്തിൽ കുറവാണ്. ഞാൻ ഒരു 7 കിലോ ഏലക്ക വരെ കഴിഞ്ഞ സീസണിൽ ഒരു ചെടിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്, മിറാക്കിളിൻ്റെ. ഞാൻ ഒരു ചെടി അല്ലെങ്കിൽ 1-2 ചെടികൾ മാറ്റി നിർത്തിയിട്ട് അതിൽ നിന്ന് മാത്രം എടുത്ത് തൂക്കി ഉണക്കി കഴിഞ്ഞിട്ടുള്ള കണക്കാണ് ഞാൻ ഈ പറയുന്നത്. ഒരുപാട് നന്ദി സാർ. നന്ദി. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നല്ലോ. ഇനിയിപ്പോൾ വീണ്ടും ഇനി മിറാക്കിൾ ഏലാച്ചി ഇനി കായ്ച്ചിരിക്കുന്ന സമയത്ത് മറ്റൊരു എപ്പിസോഡുകൾ നമുക്ക് ചെയ്യാം. തീർച്ചയായിട്ടും. ഇത്രയും അറിവുകളൊക്കെ പ്രേക്ഷകർക്കും എനിക്കും വേണ്ടി പറഞ്ഞു തന്ന സാറിന് ഒരുപാട് നന്ദി. നമസ്കാരം.